ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്രോച്ചസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗിയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റലും ലോങ് ടേം ക്യാപിറ്റലിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പല സെക്യൂരിറ്റീസ് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന പല പല സെക്യൂരിറ്റീസിൻ്റെ റേഷ്യോസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് റേഷ്യോ ബിറ്റ്വീൻ വേരിയസ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. നമ്മുടെ കമ്പനിയിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന വേരിയസ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് അത് എത്രമാത്രമാണ്, അതിൻ്റെ ആ ഒരു റേഷ്യോ ആണ്, എത്രമാത്രം ഇക്വിറ്റി എത്രമാത്രം ഡെപ്റ്റ്. സോ അതിൻ്റെ ആ ഒരു റേഷ്യോ കാണിക്കുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനൊരു ഹൈ ഗിയർഡ് അല്ലെങ്കിൽ ലോ ഗിയർഡ് എന്ന് നമുക്ക് തരംതിരിച്ച് പറയാനായിട്ട് പറ്റും. അപ്പം ഹൈ ഗിയർ എന്ന് പറയുന്നത് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മോർ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഹൈ ഗിയർഡ് എന്ന് വിളിക്കാൻ പറ്റും. സോ a company is said to be in high gear when it uses more proportion of debt in the capital structure for raising long-term loan. And low geared അപ്പോൾ എപ്പോഴായിരിക്കും? when it uses less debt capital and more equity capital. അപ്പോൾ ഓർത്തോളാം, ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ടാണ് നമുക്കിതിനെ ഹൈ ഗിയർഡും അല്ലെങ്കിൽ ലോ ഗിയർഡും എന്ന് തരംതിരിച്ച് പറയാനായിട്ട് പറ്റുന്നത്. ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മോർ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഹൈ ഗിയർഡ്. ആൻഡ് കൂടുതൽ ലോ ഗിയർഡ് എന്ന് പറയുന്നുണ്ടെയോ ഡെപ്റ്റ് ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അവിടെ ഏതായിരിക്കും കൂടുതൽ? ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ. അങ്ങനെയുള്ളതിനെ വിളിക്കുന്നതാണ് ലോ ഗിയർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ അവർ ഒന്നിനോട് ഒരു എന്താ പറയുക കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗിയർ, നമ്മുടെ വണ്ടിയുടെ ഗിയർ മാറുന്നതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ഓട്ടോമൊബൈലിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കാറിന് നമ്മൾ ഗിയർ മാറുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ലോ ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ലോ ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെഹിക്കിൾ എപ്പോഴാണോ ഒരു മൂവ്മെൻറ്റിൽ എത്തുന്നത് ലോ ഗിയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഹൈ ഗിയറിലേക്ക് മാറും. എന്തിനു വേണ്ടി? ടു ഗെറ്റ് മോർ സ്പീഡ്. സോ ഇത് ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ പറയുന്നതാണ്. ഗിയർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ വണ്ടിയിലെ ഗിയർ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലോ ഗിയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു മൂവ്മെൻറ്റിൽ എത്തിക്കഴിയുന്നതാണ് അല്ലെങ്കിൽ അതൊരു ഓടിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ ലോ ഗിയറിൽ നിന്നും ഹൈ ഗിയറിലേക്ക് മാറും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ബെറ്റർ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിമിലർലി ഒരു കമ്പനി അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ ലാർജ് ഇക്വിറ്റി ഫണ്ട്സ് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പം തുടങ്ങുന്ന ഒരു കമ്പനി അവർക്ക് അവരുടെ കയ്യിലുള്ള ഓണേഴ്സ് ഫണ്ട് വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അവരൊരു പൊസിഷനിൽ എത്തിക്കഴിയുന്നതന്നെ അവരെന്ത് ചെയ്യും? ഹൈ ഗിയർഡിലേക്ക് മാറും. അതായത് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് ഇൻ എ കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗിയറിംഗ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് അതിൻ്റെ റേഷ്യോനെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കാണുന്ന വേരിയസ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസും അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് വഴി. ഇനി നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ലിവറേജ്. ലിവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ നോക്കാം. ലിവർ എന്നും പറഞ്ഞൊരു വേർഡുണ്ട്. അപ്പം ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഒരു സാധനം, ഒരു ഹെവി ഒബ്ജക്റ്റ് പൊക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് നമ്മൾ ലിവർ എന്ന് വിളിക്കാം. നമ്മൾ ലിവർ ഉപയോഗിച്ച് എന്തെങ്കിലും വെയിറ്റ് കൂടിയ സാധനങ്ങൾ നമുക്ക് പൊക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെലുത്തുന്നുണ്ട്, നമുക്കത് പൊക്കാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ലിവറേജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എന്നൊരു എക്സാമ്പിൾ വഴി നോക്കാം. നിങ്ങൾക്ക്
ഒരു കാർ മേടിക്കണം. കാർ മേടിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് 2 ഡിസിഷൻസ്. ഏത് കാറാണ് വേണ്ടുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഏത് കാറാണ് പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. അപ്പം ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം ക്യാപിറ്റൽ വേണം എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. സോ നമ്മളിപ്പം ഇതൊരു കാർ മേടിക്കുന്നതിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. ഒരു കാർ മേടിക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം ഏത് കാറാണ് മേടിക്കാൻ പോകുന്നത്. അപ്പം ഇറ്റ്സ് റിഗാർഡിങ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിലോ നമ്മൾ ഏത് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ എന്ത് ടൈപ്പ് ഓഫ് ഫിനാൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് സെക്കൻഡ് ഡെസിഷൻ ഹൗ ടു അറേഞ്ച് മണി. അപ്പം നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഫിനാൻസ് ചെയ്യാൻ പോകുന്നത്, ഏത് സോഴ്സിൽ നിന്നാണ്. അപ്പം ഇറ്റ് ഈസ് റിഗാർഡിങ് ഫിനാൻസ് ഡിസിഷൻ. അപ്പം ഇതിപ്പോൾ ഒരു കാർ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഏത് കാറാണെന്ന് നോക്കണം, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാർ ഏതാണ്, അതിന് എങ്ങനെ നമ്മൾ പൈസ അറേഞ്ച് ചെയ്യും. ഒന്നെങ്കിൽ കയ്യിലുള്ള പൈസ കൊടുക്കുവാണോ, ഓണേഴ്സ് ഫണ്ട് തന്നെ മുഴുവനായിട്ട് ഇടുവാണോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡെപ്റ്റ് ലോൺ എടുത്തിട്ടാണോ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവനായിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കുറച്ചും ഓണറിൻ്റെ ഫണ്ട് പകുതിയും ബാക്കി പകുതി നമുക്ക് ഡെപ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ലോൺ എടുത്തിട്ടാണെങ്കിലും ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടെ കാണിച്ചിരിക്കുന്ന 2 ഓപ്ഷൻസ്, ഓണേഴ്സ് ഫണ്ടും ഓണേഴ്സ് ഫണ്ട് പ്ലസ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാർ മേടിക്കാൻ പോകുന്നു. കാറിൻ്റെ വില നമ്മൾ 10 lakhs റുപ്പീസിൻ്റെ ഒരു കാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ കാർ മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള 10 lakh റുപ്പീസ് യൂസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, യൂസിങ് 10 lakhs ഫോർ ബൈയിങ് ദി കാർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം നമ്മുടെ കയ്യിലുള്ള 10 ലക്ഷം മുഴുവനായിട്ട് ഉപയോഗിക്കാതെ അതിൽ നിന്ന് ഒരു 5 ലക്ഷം എടുക്കുക. അപ്പം യൂസിങ് 5 lakhs ഫ്രം ഓണേഴ്സ് ഫണ്ട്. ബാക്കി 5 ലക്ഷം നമുക്ക് എവിടെ നിന്ന് എടുക്കാം, റെസ്റ്റ് 5 lakhs ക്യാൻ ബി റേസ് ത്രൂ ബോറോഡ് ഫണ്ട്. അപ്പം 5 lakhs ഇക്വിറ്റി ആയിട്ടും വരും, 5 lakh ഡെപ്റ്റ് ആയിട്ടും വരും. അങ്ങനെ നമുക്ക് 10 lakh റുപ്പീസ് റേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓണേഴ്സ് ഫണ്ടിൽ ബാക്കി വരുന്ന ഒരു 5 ലക്ഷം ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ടോട്ടൽ 10 lakhs ഉണ്ടെങ്കിൽ നമ്മൾ അതിലെ 5 ലക്ഷം മാത്രമേ വണ്ടി മേടിക്കാനായിട്ട് എടുത്തുള്ളൂ, ബാക്കി 5 ലക്ഷം നമ്മൾ ലോൺ എടുക്കുമായിരുന്നു. അപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു 5 lakhs റുപ്പീസ് ഉണ്ട്. നമുക്കത് വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്കൊരു ഗെയിൻ നേടിയെടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്, യൂസിങ് 5 lakhs ഫ്രം ദി ഓണേഴ്സ് ഫണ്ട് ആൻഡ് ദ റെസ്റ്റ് 5 lakh ക്യാൻ ബി റേസ്ഡ് ത്രൂ ബോറോഡ് ഫണ്ട്. അങ്ങനെ നമുക്കൊരു 10 lakhs റുപ്പീസ് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. സോ ദ റിമൈനിങ് 5 lakhs വിച്ച് ഈസ് നോട്ട് ബീയിങ് യൂസ്ഡ്, ഇൻവെസ്റ്ററിൻ്റെ ഓണേഴ്സ് ഫണ്ടിലുള്ള ഉപയോഗിക്കാത്ത 5 ലക്ഷം രൂപ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അനദർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗെയിൻ എ പ്രോഫിറ്റ്. അപ്പോൾ 5 ലക്ഷം രൂപ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ നമ്മൾ കൊണ്ടിട്ടു, അതിൽ നിന്നൊരു 2 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് നേടിയെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അത് എന്താണ്, ഒരു എക്സ്ട്രാ ഗെയിനാണ് ബിസിനസ്സിൽ. അപ്പം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുത്തപ്പം ബാക്കിയുള്ള 5 ലക്ഷം വെച്ചിട്ട് നമ്മൾ ഒരു 2 lakhs റുപ്പീസ് ഗെയിൻ ചെയ്തു. എന്നാൽ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിലോ ആ 10 ലക്ഷം രൂപയും നമ്മൾ കാറിന് വേണ്ടി മുടക്കുവാണെങ്കിൽ നമുക്കവിടെ അഡീഷണൽ പ്രോഫിറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. പിന്നെ ഓപ്ഷൻ 2 എടുക്കുകയാണെങ്കിൽ വേറൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ഡെപ്റ്റ് എടുത്ത അല്ലെങ്കിൽ ലോൺ എടുത്ത 5 ലക്ഷം രൂപയുടെ ഒരു ഇൻട്രസ്റ്റും വരുന്നുണ്ട്. ഇനി പോട്ടെ, നമുക്കൊരു 10% അതിന് ഇൻട്രസ്റ്റ് കൊടുത്താലും 5 ലക്ഷത്തിൻ്റെ 10% ഒരു 50,000 രൂപ ഇൻട്രസ്റ്റ് കൊടുത്താലും നമുക്ക് ബാക്കി പ്രോഫിറ്റ് എത്ര കിട്ടും, ആ 2 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 50,000, അതായത് നമുക്ക് അഡീഷണലി കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും നമ്മളൊരു 50,000 എടുത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്താലും ബാക്കി 1,50,000 രൂപ നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. സോ ഏത് ഓപ്ഷനാണ് കൂടുതൽ യൂസ്ഫുൾ? എപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ വഴി അതിനകത്ത് എന്തുണ്ട്, ഒരു ഡെപ്റ്റ് കണ്ടൻറ്റും ഉണ്ട്. അന്നേരം നമുക്ക് ഇനി എന്താണ് ലിവറേജ് എന്ന് നോക്കാം. സോ
നമ്മൾ നേരത്തെ പറഞ്ഞു ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ ഗ്രാഫ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം നമ്മൾ ഒരു വേരിയബിളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ നമ്മൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം അതർ ഫിനാൻഷ്യൽ വേരിയബിൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ ഡെപ്റ്റ് ഇക്വിറ്റിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇക്വിറ്റി മാത്രമാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഒരു പ്രോഫിറ്റ് കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇക്വിറ്റിയുടെ കൂടെ നമ്മൾ കുറച്ച് ഡെപ്റ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വി ആർ യൂസിങ് സംതിങ്. അപ്പം ഒരു ഫിനാൻഷ്യൽ വേരിയബിളിൽ നമ്മൾ കുറച്ച് ഇൻഫ്ലുവൻസ് ചെലുത്തി ഇക്വിറ്റിയുടെ കൂടെ ഡെപ്റ്റും കൂടെ ആഡ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ 10 lakh rupees സ്മൂത്തായിട്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റി. അതെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. സോ ലിവറേജ് ഇസ് ദി യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ഓർഡർ ടു അണ്ടർടേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഡെപ്റ്റ് ക്യാപിറ്റലും കൂടെ യൂസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഇക്വിറ്റി അതിൻ്റെ കൂടെ ഡെപ്റ്റും കൂടെ യൂസ് ചെയ്ത് നമുക്ക് ഈസിലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ലിവറേജ് എന്ന് പറയുന്നത്. സോ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റ് പെട്ടെന്ന് തന്നെ അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വെൻ വൺ refers to a company, property or investment as highly leveraged, it means that item has more debt than equity. അപ്പം ഹൈ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്റ്റ് കണ്ടന്റ് അതിനകത്തുണ്ടായിരിക്കും അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും കമ്പയർഡ് ടു ഇക്വിറ്റി. ഇക്വിറ്റിയെക്കാട്ടിലും ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിക്കുന്ന കമ്പനികളെ പറയുന്നതാണ് ഹൈലി ലിവറേജ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ലെസ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് നമുക്കതിന് ലിവറേജ് അല്ലെങ്കിൽ ലോ ലിവറേജ് എന്ന് പറയാനായിട്ട് പറ്റും. സോ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ വേരിയബിളിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത് കൊണ്ട് വി ക്യാൻ ലിഫ്റ്റ് അപ്പ് സം അതർ ഫിനാൻഷ്യൽ വേരിയബിൾ. സോ using appropriate mix of debt and equity to finance the capital budgeting decision, we can term it as leverage, or we can say leverage is the use of borrowed capital in order to undertake an investment. ഓർത്തോളുക, നമുക്കൊരു കാര്യം ഉയർത്താനായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് റേസ് ചെയ്യാനായിട്ട് നമ്മൾ ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫിനാൻസ് നമുക്ക് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റിയോട് കൂടെ നമ്മൾ ഡെപ്റ്റ് കണ്ടൻറ്റും കൂടെ യൂസ് ചെയ്യുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. There are 3 types of leverage. ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, കോമ്പോസിറ്റ് ലിവറേജ് ഉണ്ട്. ഇനിയും ജസ്റ്റ് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, കോമ്പോസിറ്റ് ലിവറേജ്, അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം തന്നെ നമുക്ക് സെയിൽസ് എന്നും പറഞ്ഞൊരു ഐറ്റം നമുക്ക് വിറ്റ് വരുമാനം, നമ്മുടെ സെയിൽസ് എത്രയാണ്, സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്നും വീണ്ടും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ, ഓർത്തോള സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതിനെ പിന്നെ വിളിക്കുന്ന പേരാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എബിറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതായത് സെയിൽസിൽ നിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു, നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി, ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചു, നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടി. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എബിറ്റ് വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് വരുന്നതാണ്. കൺസിഡർ ചെയ്യാൻ കൂടെ അങ്ങനെയല്ല, നോർമൽ ഓപ്പറേഷൻസ്, ഒരു ആക്ടിവിറ്റിയുടെ നോർമൽ ഓപ്പറേഷൻസ് എന്താണോ അത് വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സെയിൽസ് തൊട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. ആൻഡ് അടുത്തത്, നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഇക്വേഷനാണ് എബിറ്റ് ബൈ ഇ ബി ടി. ആൻഡ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കോമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത്. അതായത് എഫ് എൽ ഇൻറ്റു ഒ എൽ, ഓപ്പറേറ്റിംഗ് ലിവറേജിൽ കണ്ടുപിടിക്കുന്ന ആൻസറും ഫിനാൻഷ്യൽ ലിവറേജിൽ കണ്ടുപിടിക്കുന്ന ആൻസറും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോമ്പോസിറ്റ് ലിവറേജ് കിട്ടും. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസിങ് ഡെപ്റ്റ് ഇൻ ഓർഡർ ടു അണ്ടർടേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എ പ്രോജക്റ്റ്. ഇതാണ് ലിവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.